സകലയാക്കി തരണം റഹ്മാനെ. അല്ലാഹു ഖബറിൽ വെളിച്ചമാക്കി തരണം റഹ്മാനെ. മീസാനിൽ ഭാരമാക്കി തരണം റഹ്മാനെ. സിറാത്ത് വാഹനമാക്കി കാണിക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ദീനിനെ ജീവിപ്പിക്കുന്നത് ഇൽമ കൊണ്ടാണ് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ജീവിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ, സുദീർഘമായ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനത്തെ മത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ 20 നോമ്പുകൾ സ്വീകരിക്കുമാറാവട്ടെ. പാകപ്പുഴകളൊക്കെ അല്ലാഹു കൊണ്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവസാനത്തെ മത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവസാനത്തെ മത്തിനെ സ്വീകരിച്ചത് മാത്രം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആയിഷ പറയാണ്, കാന ഇദാ ദഖല അൽ-അശ്ർ അൽ-അവാഖിർ, അവസാനത്തെ മത്തിലേക്ക് എത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യാ ലൈല, തന്റെ രാത്രിയെ കൂടുതൽ എല്ലാ ദിവസവും പിന്നെ ഖിയാമുൽ ലൈൽ നടത്തുന്ന ആളാണ്. ആയിഷ ഒന്നുകൂടെ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്യാഉൽ ലൈലിലെ രാത്രിയെ ഹയാത്താക്കുന്ന കാര്യം വർദ്ധിപ്പിക്കുമായിരുന്നു. മാത്രമല്ല തന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി. പുറക്ക് 360 ദിവസത്തിൽ 350 ദിവസവും ഉറങ്ങിയില്ലേ, 10 ദിവസം അല്ലെങ്കിൽ അതിൽ 10 ഒറ്റപ്പെട്ട രാത്രികളായ 5 ദിവസമെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഉറക്കവെച്ചുകൂടെ എന്നുള്ള രീതിയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് വേണ്ടി ഉറക്കവെക്കുന്ന കണ്ണുകളും അല്ലാഹുവിന് വേണ്ടി കരയുന്ന കണ്ണുകളും നരകത്തിലില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലത്തിൽ 5 ദിവസമെങ്കിലും 10-5 ദിവസങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉറക്കഴിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്നതാണ്, ദിവസവും 11 റക്അത്തുകൾ നീട്ടി നിസ്കരിച്ച് ദിവസവും ഖിയാമുൽ ലൈൽ നടത്തുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ എപ്പോഴും ഉണ്ട്. രാത്രി ഒരുപാട് എത്രയോ ആലിമ്യങ്ങൾ എനിക്ക് രാത്രി ഒരുപാട് സമയം കിതാബ് നോക്കി സുബഹി ബാങ്ക് കേൾക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിനൊക്കെ വലിയ ഗുണമില്ലല്ലോ കിതാബ് നോക്കുന്ന എൽമിന് അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ സുന്നത്ത് കുറെ കളക്ക പുണ്യം അതിനാണ്. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് ഖബറിലേക്ക് നമുക്കൊക്കെ പോകാൻ പോകുന്നുണ്ട് എന്നുള്ള ചിന്തയാണ്, ബോധ്യമാണ് ഇത്തരം ക്ലാസുകൾ കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരൊന്നും ചെയ്തിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയില്ല, ഉറപ്പാണ്. പക്ഷേ റബ്ബേ എനിക്കൊന്നുമില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുക അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി ഹബീബ് റസൂലുള്ളാഹിന്റെ തുണിയൊന്ന് അരയുടുപ്പൊന്ന് മുറുക്കി ഉടുക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ സുഗ്റാ റളിയല്ലാഹു അൻഹാ ഒരുങ്ങി റെഡിയാകുമായിരുന്നു അവസാനത്തെ 10 വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയിലെ സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കയ്യിലാണ്. ഹൗദുൽ കൗസർ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കയ്യിലാണ്. ദിവാഉൽ ഹംദിന്റെ നായകനാണ്, ശഫാഅത്തിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പോലും വളരെ ആഗ്രഹിച്ചുവെങ്കിൽ നമ്മൾ പാപികളായ എന്താണ് നമ്മുടെ അവസ്ഥ നമുക്കാർക്കും പറയാൻ കഴിയില്ല. നമുക്ക് വേണ്ടിയുള്ള ഓഫറാണ്. ആ ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അവർക്കൊക്കെ ആധുനിക ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് കൃത്യമായി അറിയാം. പാലിയോളജിയും അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ച് നരവംശ ശാസ്ത്രമൊക്കെ പഠിക്കുന്ന ആളുകൾ, മുൻഗാമികളായ ആളുകൾ ആയിരക്കണക്കിന് വർഷം ജീവിച്ചിരുന്ന തലമുറകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആയുസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, നമുക്കറിയാം. അന്ന് പഴയ ആളുകളൊക്കെ തമാശയായി കണ്ടിരുന്നു, ആയിരക്കണക്കിന് വർഷം ജീവിച്ച ആൾക്കാരും അതൊക്കെ തമാശയാണ്. പക്ഷേ ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എത്ര അർത്ഥഗർഭമായി പിളർന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ വളരെ വീക്കാണ്. ഏറ്റവും ഈ തലമുറയിൽ അവസാനത്തെ മനസ്സ് നമ്മൾ വളരെ വളരെ ക്ഷീണമാണ്. ഒരു നോമ്പ് നോക്കുന്നുണ്ട്, 10 നോമ്പ് കൊടുക്കുമ്പോൾ നമുക്കാകെ ക്ഷീണം പിടിക്കുകയാണ്. അങ്ങനത്തെ ഉമ്മത്തായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ നോമ്പിന്റെ തുടക്കം തന്നെ നമുക്കറിയോ, നോമ്പിന്റെ തുടക്കത്തിൽ രാത്രി ഇശാ നിസ്കരിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചരിത്രക്കറിയോ, രാത്രി ഇശാ നിസ്കരിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനോ പിന്നെ വെള്ളം കുടിക്കാനോ പിന്നെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനൊന്നും പാടില്ലായിരുന്നു. നോക്കൂ നിങ്ങൾ ആ ചരിത്രം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 187ാമത്തെ സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതിനെയാണ് ഫഖദ് കാന ഫി അവ്വലി ഫിൽ സിയാം, ആദ്യമായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ യഹ്റമു അലൽ മുസ്ലിമീന ഫിൽ ലൈലി ബഅദ അൻ-നൂമി അൽ-അക്ലു വശുർബു വൽ ജിമാ, ഇശാക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ അങ്ങ് നോമ്പ് അവിടെ കണ്ടാണ് നോമ്പ്. അത്താഴം പിന്നെയാണ് വന്നത്. അള്ളാഹുവിന്റെ ഒരു വലിയ കൃപ നമ്മളോട് കാണിച്ചതാണ്. അള്ളാഹു ഒക്കെ നമുക്ക് പകരം നൽകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതിലെ വിഷമവും ചില ആളുകൾക്ക് ഉണ്ടായി. അതിൽപ്പെട്ട ഒരു പ്രധാന സംഭവമാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കാന സുഹാബു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന റജുലു സ്വാഇമൻ ഫഹദറ അൽ-ഇഫ്താർ. ഒരാള് എന്ത് ചെയ്തു? ഖൈസ് ഇബ്നു സിർമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അൻസാരിയായ സ്വഹാബി, അദ്ദേഹം നോമ്പ് നോക്കി. ഫലമ്മ ഹദറ അൽ-ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് ഫ്രൂട്ട്സ് ഒക്കെ മതിയാവില്ലെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസ് ഒന്നും മതിയാവാതെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ എങ്ങനെയാണ് നോമ്പനുഷ്ഠിച്ചിരുന്നത് നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയിൽപ്പെട്ട ഖൈസ് ഇബ്നു സിർമ റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിക്ക് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ഒരേലൊന്നുമില്ല. ഫഖാല ലഹാ, ഭാര്യയോട് ചോദിച്ചു, അഇൻദകി തുആം, വീട്ടിൽ വല്ലതും ഉണ്ടോ നോമ്പ് തുറക്കാൻ? ഖാലത്, അത് പറഞ്ഞില്ല, ഒന്നുമില്ല. വലാകിൻ അൻതലിഖു ഫഅത്ലുബ് ലക, ഞാൻ പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പോയി നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിക്കാമല്ലോ, നമുക്ക് നോമ്പ് തുറക്കാമല്ലോ എന്ന് കരുതി മഹദിയായ ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു സിർമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പുറത്തിറങ്ങുകയാണ്, അയൽ വീട്ടുകളിലേക്ക് പോവുകയാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും പകല് ജോലി ചെയ്യാൻ പോയി ക്ഷീണിതനായ ഖൈസ് ഇബ്നു സിർമ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. രാത്രി ഉറങ്ങിയാൽ അത് പാടില്ല, ഭക്ഷണം കഴിക്കാനോ അങ്ങനെ ഇങ്ങനെ പോണെന്നാണ് മുമ്പ് അതാണ് നിയമം ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ കൃപ എത്രത്തോളം നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. അങ്ങനെ فغلبته عيناه فجاءته امرأة فلما رأته قال خيب لك, എത്ര നഷ്ടമായി, എത്ര വലിയ ആശയത്തിൽ പോയി, നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ, ഇനി ഉറങ്ങാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് നോമ്പ് നോൽക്കണമെന്നാണല്ലോ നിയമം. അങ്ങനെ പിറ്റേന്നത്തെ നോമ്പ് തുടങ്ങി പകുതിയായപ്പോൾ തലതിരിച്ചു വീണു ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു സിർമ റളിയല്ലാഹു അൻഹു അൻസാരിയായ സഹാബി തലകറങ്ങി വീഴുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫദുക്കിറ ദാലിക ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയും ഹബീബ് റസൂലുള്ളാഹി വിഷമം തന്റെ റബ്ബിനോട് മനസ്സിൽ പറയുകയും ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് രാത്രി നിങ്ങളുടെ ഭാര്യമാരുമായി ശയിക്കുന്നതിന് കുഴപ്പമില്ല. നോമ്പിന്റെ രാത്രികളിൽ അവർ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ്. മുമ്പ് നിങ്ങൾ ആരെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ചില സഹാബികളൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു, അറിയാതെ, നിയമം അറിയാതെ, അവർക്കൊക്കെ അല്ലാഹു തൗബ ചെയ്തിരിക്കുന്നു, അല്ലാഹു അഫ്വ ചെയ്തിരിക്കുന്നു. അവരെയൊക്കെ സന്തോഷവാർത്ത അറിയിക്കുക. അതിനുശേഷമാണ് അത്താഴം ഉണ്ടാകുന്നത്. അതുപോലെ അത്താഴത്തിന് എണീറ്റുകൊണ്ട് അത്താഴത്തിൽ ബർക്കത്തുണ്ട്, അത്താഴം കഴിക്കണം, അല്പമെങ്കിലും അത്താഴം കഴിക്കണം എന്നൊക്കെ എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ രാവിലെ പ്രഭാതമാകുന്ന സൂര്യന്റെ ഒന്നാമത്തെ ഫജ്റായ സൂര്യന്റെ നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്ന ആ സമയം, രണ്ടാമത്തെ ഫജ്റല്ല, സൂര്യ ഉദയത്തിന്റെ സമയമല്ല, ഒന്നാം സുബഹി ബാങ്ക് കൊടുക്കുന്ന അൽ ഫജ്റുൽ അവ്വൽ എന്നറിയപ്പെടുന്ന ഒന്നാം ഫജ്ർ വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ഈ ഉമ്മത്തിന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ്. മുൻഗാമികളായ ജൂതനസാറാക്കളുടെ നോമ്പുകളിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അതിനൊക്കെ മാറ്റം വന്ന് പുതിയ അപ്ഡേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന്റെ അപ്ഡേഷനുമായി ഒന്നുമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പത്തെ ശരീഅത്തിന്റെ ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയായിരുന്നു അത്ര കാലത്തോളം. പക്ഷേ പിന്നീട് നമുക്ക് അത്താഴം സുന്നത്താക്കി, അത്താഴം കഴിക്കൽ പോലും സുന്നത്താക്കി. അത് കഴിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തതൊക്കെ നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ്. അല്ലാഹുവിന്റെ വിടുതിയാണ്, കാരുണ്യമാണ്. അതിനെ തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് റമദാനിലെ ഇനിയുള്ള ദിനരാത്രികളെങ്കിലും ഒന്ന് ഉഷാറാക്കി അല്ലാഹുവിനെ ചെയ്തു കൊടുക്കുക. 360 പോയി, 350 പോയി, 360-ൽ 65 ആണെങ്കിൽ ഒരു 60 കൊണ്ട് വിട്ട് ഒരു 5 ദിവസമെങ്കിലും അല്ലാഹ് ചോദിക്കുകയാണ്,
വരുന്നില്ലേ, നിങ്ങൾ വരുന്നില്ലേ, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് ഒന്ന് ചോദിക്കി, ഒന്ന് മുട്ടുവീൻ, ഒന്ന് തുറക്കുവീൻ, തുറന്നു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നോമ്പുകാർക്കുള്ളതാണ് സ്വർഗ്ഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്നോടൊന്ന് മഗ്ഫിറത്തിനെ ചോദിക്കാനുള്ള മനസ്സ് കാണിക്കണം. ആരാണ് ഈ മുത്തഖീൻ എന്ന് പറയുന്നത്? യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. ആ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഖുർആൻ ഒരുപാട് മുത്തഖീങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആലിഖുർആൻ വിശദീകരിക്കുന്ന മുത്തഖീങ്ങൾ യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നു, ഫിസ്സറാഇ വദ്ദറാഇ, അവർക്ക് പ്രയാസമുണ്ടാകുമ്പോഴും അതുപോലെ അവർക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോഴും അവർ ചെലവഴിക്കുന്നവരായിരിക്കും. പ്രദാനം ചെയ്യട്ടെ. കഷ്ടപ്പാടുണ്ടെങ്കിലല്ലേ ഇഷ്ടപ്പെടുന്നത് എടുത്തു കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് കൂലിയില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഇഷ്ടമുള്ള ജീവിതമാണോ, ഇഷ്ടമുള്ള സമയമാണോ, പുറത്തിറങ്ങി പോവാൻ താല്പര്യമുള്ള സമയമാണ്, ഇവിടെ ഇരിക്കുക, അല്ലാഹു കൊടുക്കുക. ജുമുഅക്ക് വരാൻ താല്പര്യമില്ലേ, ഞാൻ പോകുന്നു പറയാം. നേരത്തെ വരാൻ താല്പര്യമില്ലേ, ഞാൻ നേരത്തെ പോകുന്നു പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നും നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതമാണോ, ആ ജീവിതം അല്ലാഹുവിന്. നമ്മുടെ വസ്ത്രമാണോ, വസ്ത്രം അല്ലാഹുവിന്. നമ്മുടെ സൗന്ദര്യമാണോ, ആ സൗന്ദര്യം അല്ലാഹുവിന്. നമ്മുടെ ശബ്ദമാണോ, ആ ശബ്ദം അല്ലാഹുവിന്. നമ്മുടെ സമ്പത്താണോ, ആ സമ്പത്ത് അല്ലാഹുവിന്. അതിന് ഇഷ്ടപ്പെട്ട ഓഹരി അല്ലാഹുവിന് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ബാക്കിയുള്ള അവശേഷിച്ചതൊക്കെ ആർക്കും വേണ്ടാത്ത സമയം അത് പള്ളിയിലേക്ക് പോവാം. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, പറയുന്നത് എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ഇതല്ല അല്ലാഹുവിന്റെ ആവശ്യം. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ ആരോഗ്യത്തിന്റെ സമയം, ചുറുചുറുക്കുന്ന സമയം സൂറത്ത് വത്തീൻ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഉള്ള കാലത്ത് അമല് ചെയ്ത നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല, അവർക്ക് യാതൊരു മുടക്കം വരുന്നില്ല. അല്ലാഹു അതിന്റെ അക്കൗണ്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇതിന്റെ പലിശ സഹിതം വാർദ്ധക്യമുള്ള സമയത്ത് നിങ്ങൾക്ക് അല്ലാഹു തിരിച്ചു തരുമെന്നതിന്റെ പ്രതിഫലമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുവത്വത്തിന്റെ പ്രായമാണ്. യുവത്വത്തിന്റെ പ്രായം അല്ലെ, ഏറ്റവും മനോഹരമായ എന്തിനും കരുത്തുള്ള ഇരുമ്പ് പോലും ദഹിക്കുന്ന പ്രായം അല്ലെ. നമ്മൾ ബാക്കിയുള്ളവരെ കളിയാക്കാൻ നിൽക്കണ്ട. അവരൊക്കെ ഈ പ്രായം കഴിഞ്ഞ് പോയവരാ, അവരൊക്കെ ഈ പ്രായം നമ്മളെ പ്രായം കഴിഞ്ഞിട്ട് വന്നവരാ. അവരൊക്കെ നമ്മളെക്കാൾ വലിയ കളി കളിച്ചവരാ, നമ്മളെക്കാൾ വലിയ എല്ലാം കണ്ട് തികഞ്ഞവരാ. അതുകൊണ്ടാണ് 40 വയസ്സ് കഴിഞ്ഞ പക്വതയായി എന്ന് പറയാൻ എന്താ, അവരതൊക്കെ കണ്ടുവന്ന. പിന്നെ ചിലപ്പോൾ മൗനം പാലിക്കില്ല. ഇപ്പൊ പിന്നെ പുതിയ കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇതിനുമ്പോഴത്തേക്ക് പഴയ കാലത്ത് കണ്ടുവന്ന ആളുകളാണ് അവരൊക്കെ. അപ്പൊ അവരൊന്നും ഒന്നും അറിയാത്തവരൊക്കെ പക്ഷെ ആരോഗ്യം ക്ഷയിച്ചു പോയി. അല്ലെ, ലൈഫ് സ്പാൻ എന്ന് പറയും. ലൈഫ് സ്പാൻ ഇങ്ങനെ കറക്കണ സൈക്കിൾ, അങ്ങനെ ആദ്യം ശൈശവം, പിന്നെ ഇങ്ങനെ ആ ശൈശവത്തിലേക്ക് തന്നെ മടങ്ങി പോവാം. അതിന്റെ ഒരു കറാത്തത്തിന് നമ്മൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകും. ആ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ റബ്ബേ, സ്റ്റൂള് വേണ്ടി, കസേര വേണ്ടി, നിസ്കരിക്കാൻ പള്ളിക്ക് കയറാൻ കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, നടന്നു വരാൻ കഴിയില്ല. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ കരയും, റബ്ബേ പോവാൻ കഴിയുന്നില്ലല്ലോ. നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ റബ്ബേ, ആവുന്ന കാലത്ത് ഞാൻ പോയിരുന്നു, എനിക്ക് കഴിയുന്ന കാലത്ത് ഞാൻ പോയിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബേ, എനിക്ക് പോവാൻ കഴിയില്ല റബ്ബേ, നീ കഴിവ് തന്ന കഴിവ് കൊണ്ടല്ലാതെ എനിക്ക് പോവാൻ കഴിയൂല റബ്ബേ എന്നാണ് മറുപടി പറയുന്നത്. ഹയ്യാലസ് സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മറുപടി കൊടുക്കുന്നത് ലാ ഹൗല വലാ ഖുവത, കഴിയൂല ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തന്ന കഴിവ് കൊണ്ടല്ലാതെ. അല്ലാഹു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിസ്കരിച്ചിരിക്കണം, ഞാൻ പോയിരിക്കണം, അവിടേക്ക് ഉത്തരം നൽകിയിരിക്കണം. ബാക്കിയുള്ളതൊക്കെ സമയമുണ്ട്, നിസ്കരിക്കാൻ സമയമില്ല. എത്ര വലിയ ദ്രോഹമാണ്. എത്ര വലിയ ദ്രോഹിയാണ് മനുഷ്യൻ അല്ലെ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ എത്ര വലിയ നന്ദി കെട്ടവനാണ് എന്ന് പറയുന്നില്ലേ. കുതിരയുടെ ഉദാഹരണം പറഞ്ഞിട്ട്, മൃഗങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ട്, മനുഷ്യൻ അനുസരിക്കുന്ന മൃഗങ്ങളുടെ, കുതിരയടക്കമുള്ള ജീവികളുടെ ഉദാഹരണം പറഞ്ഞിട്ട്, യജമാൻ അനുസരിക്കുന്നത് നോക്കൂ നിങ്ങൾ. അവർ കൊടുക്കുന്ന ഭക്ഷണത്തിന്, വെള്ളത്തിന്, നായയുടെ അനുസരണം എത്രയാണ്, നന്ദി എത്രയാണ്. പക്ഷേ ഒന്നുമില്ലാതെ, അല്ലാഹു കൈ കണക്കുമില്ലാതെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് ജീവിതത്തിൽ ദിവസവും 24 മണിക്കൂറിൽ ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 24 മിനിറ്റ് ഫർദ് നിസ്കാരത്തിന് വേണ്ടി നീക്കി വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ
എത്ര നന്ദി കെട്ടവനാണ് മനുഷ്യൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. 360 ദിവസം തന്നിട്ട് 30 ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പിന് വേണ്ടിയും ആരാധനകൾക്ക് വേണ്ടിയും ഖുർആൻ പാരായണത്തിന് വേണ്ടിയും നീക്കിവെക്കാൻ സമയമില്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു ദിവസം അതിലെ പ്രധാന ദിവസമാക്കി തരികയും അതിൽ ചില കർമ്മങ്ങളൊക്കെ പറയുകയും അതിൽ പള്ളിയിൽ വന്നിരിക്കാൻ പറയുകയും ഖുത്ബ കേൾക്കാൻ പറയുകയും അതുപോലെ നിസ്കരിക്കാൻ പറയുകയും ദിക്റുകൾ അനുഷ്ഠിക്കാൻ പറയുകയും സ്വലാത്ത് ചൊല്ലാൻ പറയുകയൊക്കെ ചെയ്തിട്ട് അതിനൊന്നും സമയമില്ലെങ്കിൽ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, ഖുതില ശപിക്കപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ശപിക്കപ്പെട്ടിരിക്കുന്നു അൽ ഇൻസാനു മനുഷ്യൻ മാ അക്ഫറ, എത്ര വലിയ കുഫറാണ് അവൻ ചെയ്യുന്നത്. കുഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം, കുഫർ എന്ന് പറഞ്ഞാൽ കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം മറ്റോരേക്കാൾ മറ്റൊരു കിട്ടിയിട്ടുള്ള اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا. ഈ ഹിദായത്തിന്റെ വാതിൽ ഞങ്ങളുടെ പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ടില്ല, നമ്മൾ ഉപ്പയോടും കേണപേക്ഷിച്ചിട്ടില്ല, നമ്മൾ അല്ലാഹുവോട് പോലും പറഞ്ഞിട്ടില്ല റബ്ബേ എനിക്കൊരു മുസ്ലിം ഉമ്മയെയും ഉപ്പയെയും തരണേയെന്ന്. അല്ലാഹ് തന്ന നിഅമത്താണത്. ഈ നിഅമത്ത് കയ്യിൽ കിട്ടിയിട്ട് റബ്ബേ ഇതിനെ തട്ടിക്കളിക്കുന്നവർ, ഇതിനെ തമാശയാക്കുന്നവർ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സോഷ്യൽ മീഡിയയിൽ ഇതിനെ ട്രോളുന്നവർ ربنا لا تزغ قلوبنا, ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റല്ല റബ്ബേ, ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വാതിലുകൾ തുറന്നു തന്നു. നമ്മൾ ആരും ചോദിച്ചിട്ട് തന്നതല്ല, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ്. എന്നിട്ടും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എത്ര വലിയ നിന്ദ്യതയാണ്. കുഫറാണ് കുഫർ. കുഫർ ശുക്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ശുക്ർ ഓപ്പോസിറ്റ് കുഫർ. അപ്പോൾ ശുക്റില്ലാത്തവൻ ശുക്റുള്ളവൻ എന്ന് പറയും കാഫിർ, ശുക്റുള്ളവൻ എന്ന് പറയും ഷാക്കിർ. ശുക്റില്ലാത്തവൻ കാഫിർ. ശക്കറ നന്ദി കാണിച്ചു, കഫറ നന്ദികേട് കാണിച്ചു, അല്ലെങ്കിൽ മറച്ചു വെച്ചു. അല്ലാഹു തആല നിഅമത്തുകളെ മറച്ചു വെക്കാൻ അതിന് ശുക്റില്ലാത്തവൻ വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള മനസ്സില്ലേ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റേ കുഫർ, വലിയ കുഫർ എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നുള്ള ഇലാഹിനെ മറച്ചു വെക്കുക, അതിനോട് ശുക്ർ ചെയ്യാതിരിക്കുക. ഇലാഹിയത്ത് എന്നുള്ള അല്ലാഹു. ചെറിയ ചെറിയ കുഫർ എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് രണ്ട് തരം. ശിർക്കുൽ അക്ബർ, അത് ബിംബാരാധന നടത്തുക, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന് തുല്യമായ ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക. ചെയ്യണമെന്നില്ല, വിശ്വസിച്ചാൽ മതി. ചെയ്യണമെന്നില്ല, വിശ്വസിച്ചാൽ മതി. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു തുല്യനാണെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. പിന്നെ മുത്തബീദാർത്ഥമൊന്നുമില്ല, മുത്തബീദാർത്ഥമൊന്നുമില്ല. ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ച് ബദരീങ്ങളെ വിളിച്ചാൽ മുശ്രിക്കാണ്. അത് സംശയമില്ല. അതിന്റെ മുദ്രങ്ങളെ വിളിക്കണമെന്നില്ല, വിശ്വസിച്ചാൽ വിശ്വാസമാണ് ശിർക്ക്. കർമ്മമല്ല, കർമ്മത്തിലൂടെയും വരും, അതിനേക്കാൾ വിശ്വാസത്തിലൂടെയാണ് കടന്നു വരിക. പക്ഷേ അല്ലാഹു തന്ന കഴിവ് കൊണ്ട് മുദ്രകളെ സഹായിക്കും, അല്ലാഹു തന്ന കഴിവ് കൊണ്ട് ഉസ്താദിനെ സഹായിക്കും, അല്ലാഹു തന്ന കഴിവ് കൊണ്ട് എല്ലാവരും സഹായിക്കും, അതിൽ അല്ലാഹു മഹാത്മാക്കളും സഹായിക്കും എന്ന് പറയുന്നത് എന്ത് ശിർക്കാണ് വരുന്നത്? പാവപ്പെട്ട പെൺമാരെ ഉപ്പമാരെ മുശ്രിക്കുകളാക്കി അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു തലമുറയെ ശിർക്കിലേക്ക് തള്ളിവിട്ടവരുടെ കൂടെ പോയി നിൽക്കുക, ഉറപ്പില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവർ നമ്മളെ പള്ളി വരുന്നില്ലേ? അതുപോലെ അല്ലത്. നമ്മളവരെ മുശ്രിക്കാക്കിയിട്ടില്ല. ശ്രദ്ധിക്കണമല്ലോ, നമ്മളവരെ മുശ്രിക്കാക്കിയിട്ടില്ല. നമ്മളവരെ മുശ്രിക്കാന്ന് പറഞ്ഞാൽ അവർ മയ്യത്ത് കൊണ്ട് മയ്യത്തിനെ പോയി നിസ്കരിക്കണമെന്നാണ് പറയുന്നത്. മുസ്ലിമാണ് അവരങ്ങനെയല്ല. നിന്റെ ഉപ്പയാരാന്ന് സ്വകാര്യമായി ചോദിച്ചാൽ കാഫിറാന്ന് പറയാൻ, മുശ്രിക്കാന്ന് പറയാൻ മടിയുമില്ലാത്തവർ. മഹാന്മാരായ പണ്ഡിതന്മാരടക്കമുള്ള ബഹുമാനപ്പെട്ട ഇമാം റാസി അടക്കം, ഇമാം ഷാഫി അടക്കം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അടക്കമുള്ളവർ പുറത്തിങ്ങനെ പറയെങ്കിലും ഉള്ളിൽ അവരുടെ വിശ്വാസങ്ങളൊക്കെ കുഫറിനെയും ശിർക്കിനെയും പ്രോത്സാഹിപ്പിച്ചവരാണ് എന്ന് വിശ്വസിക്കുന്ന നാളെ വരെ ഇന്ന് പരമ്പരയെ മൊത്തം നിഷേധിച്ച് തള്ളിയ ആളുകൾ. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ഹസൻ മുസ്ലിയാരെ അസ്ലിം തസ്ലിം, മുസ്ലിമായിക്കോ രക്ഷപ്പെടുമെന്ന് പോയിട്ട് കത്തെഴുതിയ ആളുകളാണ് അവർ. നമ്മൾ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന നോക്കണ്ട, വിശ്വാസം നമ്മളൊക്കെ മുശ്രിക്കുന്ന് കാഫിറുന്ന് ചാത്തനാണെന്ന് വലിയ അസുഖമാണത്. ചെറിയ അസുഖമൊന്നുമില്ല. ഒരു ആരെങ്കിലും കുഫറിനെ മനഃപൂർവ്വം അപേക്ഷിച്ചാൽ ആരോപിച്ചാൽ അവനിലേക്ക് തന്നെ മടങ്ങുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കണ്ടില്ലേ പരസ്പരം തമ്മിലടിച്ചിട്ട് ഓരോ കുഫറിലേക്ക് ഓരോ എട്ട് വിഭാഗം കൊണ്ടും മറ്റൊക്കെ മറ്റേ ഇങ്ങോട്ട് അറിയില്ല, അവിടെ ഒന്നും അറിയില്ല, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നതാ. അവിടെ നിന്ന് പോലൊരു വലിയില്ല. കാരണം എന്താ, അവിടെ തമ്മിൽ തല്ലി ആകെ കഷ്ണമായി പീസായിട്ട് തല്ല അടിച്ചടക്കുക. മലയാളത്തിനാണല്ലോ പറയുന്നത്. മറ്റേ ഗ്രൂപ്പിനെ പറയും, മറ്റേ ഗ്രൂപ്പിനെ പറയും.
പറഞ്ഞ അറബി പറഞ്ഞാലും ആർക്കും തിരിയില്ലല്ലോ ഏത് ഗ്രൂപ്പിനെ പറഞ്ഞാലും. അപ്പൊ മലയാളത്തിൽ പറയുമ്പോ അവിടെ അടിപിടിയാണ്. അപ്പൊ എല്ലാം കൂടി ഇങ്ങോട്ട് കൂടി കയറിയതാണ്. ഇപ്പൊ ഇവിടെ കുഴപ്പമില്ല, തൊപ്പിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ കിട്ടുന്ന വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ വളർത്തി കഴിഞ്ഞിട്ടുണ്ട്, അവളൊക്കെ നിന്നിട്ടുണ്ട്. ബഷീറുള്ള പണ്ഡിതന്മാർ അതിന് കർമ്മകത്വം നൽകുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് അക്ബർ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ദിവ്യത്വത്തിൽ ആരെ പങ്കു ചേർത്താലും അത് ശിർക്കാണ്. അതെന്താ ഒരു വസ്തുവായിട്ട് ഈ മൊബൈലിന് സ്വന്തമായ കഴിവുണ്ട് ഞാൻ വിശ്വസിച്ച ശിർക്കാണ്. ഈ ഫാന് ഈ ലൈറ്റ് കത്തുന്ന സ്വന്തമായ കഴിവനുസരിച്ച് ഞാൻ വിശ്വസിച്ചാൽ ശിർക്കാണ്. അത് വലിയ ആരെങ്കിലും ആവൊന്നും വേണ്ട. ഏതൊരു വസ്തുവിനാവട്ടെ വ്യക്തിക്കാവട്ടെ സ്വന്തമായി അള്ളാഹു കൊടുക്കുന്ന കഴിവല്ലാതെ അള്ളാഹുവിന്റെ വാക്ക് പോലെ സിഫാത്ത് പോലെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അതാണ് ശിർക്കുൽ അക്ബർ. പക്ഷേ ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞത് എന്താണ്? മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ എന്ന് പറയും പൊങ്ങച്ചല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്ന ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ അമലുകളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുന്നതിന് അശ്ശിർക്കുൽ അസ്ഗർ എന്നാണ് പണ്ഡിതന്മാരെ പറയുന്നത്. ഇതുപോലെ കുഫ്ർ തന്നെയാണ്. ഏറ്റവും വലിയ കുഫ്ർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിവ്യത്വത്തെ മറച്ചുവെക്കലാണ്, അള്ളാഹു ഏകനാണെന്നതിനെ മറച്ചുവെക്കലാണ്. അതേസമയം അൽ കുഫ്റുൽ അസ്ഗർ ചെറിയ കുഫ്ർ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാതിരിക്കലാണ്, അല്ലാഹു തന്ന നിയമത്തുകൾക്ക് നന്ദി ചെയ്യാതിരിക്കലാണ്, അല്ലാഹു വിളിച്ചിട്ട് പള്ളിയിലേക്ക് വരാതിരിക്കലാണ്, അല്ലാഹു വിളിച്ചിട്ട് നോമ്പ് നിൽക്കാതിരിക്കലാണ്. അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു ഇത്രയും അനുഗ്രഹം തന്നിട്ടും അല്ലാഹുവിനെ അനുസരിക്കാതെ, അല്ലാഹുവിനെ അംഗീകരിക്കാതെ, അല്ലാഹുവിന് വേണ്ടി വണങ്ങാതെ, അല്ലാഹുവിന് വേണ്ടി കണ്ണീര് പോലും കുടിക്കാൻ മനസ്സില്ലാതെ ഖസ്വത്തുൽ ഖൽബുമായി നടക്കുന്നവർ, ഹൃദയം കഠിനമായി പോയവർ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൃദയത്തെ അല്ലാഹു ലളിതമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നീ ലളിതമാക്കി തരണം റഹ്മാനെ. ഖസ്വത്തുൽ ഖൽബിനെ തൊട്ട് കാക്കണം റഹ്മാനെ. നോക്കൂ, നിങ്ങൾക്ക് സ്വഹാബത്തൊക്കെ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിന്റെ ദർസിലെ ലീഡറായിരുന്നു. അഹ്ലു സുഫ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് പാവപ്പെട്ട സ്വഹാബികളൊക്കെ ഉണ്ടായിരുന്ന ലീഡറായിരുന്ന ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. ആ സ്വഹാബി ഞാൻ ഇസ്ലാത്ത് റസൂലുള്ള വലിയ സുഹൃത്തിനെ ഓതും, അടുത്തൊക്കെ ഞാൻ ബോധം കെട്ട് വീഴും, തല ചുറ്റി വീഴും. കിട്ടിയിട്ടില്ല, ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടിയില്ല. നോമ്പിനല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സഫില് വീഴുന്ന സമയത്ത് പുറത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ അപസ്മാരമാണെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുമ്പൊക്കെ തരുമായിരുന്നു. ഇരുമ്പ് കൊടുക്കുന്ന പരിപാടി ഞങ്ങളുടെ കയ്യിൽ ഇരുമ്പൊക്കെ തരും, അല്ലെങ്കിൽ എത്രയൊക്കെ തരും, അല്ലെങ്കിൽ തോലിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ അഭിപ്രായപ്പെട്ട് കാണാൻ സാധിക്കും. അതൊക്കെ കയ്യിൽ തന്നെ ഞങ്ങളെ മണപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഏതോ അപസ്മാര രോഗിയാണെന്ന് കരുതി. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് അപസ്മാരമല്ലായിരുന്നു. ഞങ്ങൾ പലരും വീണത് കാരണം ഭക്ഷണം കിട്ടാനിട്ടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിലെ മുതഅല്ലിമീങ്ങൾ അങ്ങനെയാണ് ദീൻ നമുക്ക് പകർന്നു തന്നത്. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒരുപാട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ശരിയാണെങ്കിൽ ബഹ്റൈനിൽ നിന്നുള്ള സ്വത്തുക്കളായിട്ട് സക്കാത്തിന്റെ സ്വത്തുക്കളുമായിട്ട് വരുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി മദീനയിൽ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ബാങ്കിലൊട്ടകത്തിന്റെ കുതിരിന റോഡിങ്ങനെ വരുന്നു, അച്ഛൻ ലോഡ് ഇറക്കുന്നില്ല, വേറൊന്നുമില്ലല്ലോ. ആകെ പറഞ്ഞല്ലോ ശൈത്യകാലത്തെയും അതുപോലെ ഉഷ്ണകാലത്തെയും രണ്ട് യാത്രകൾ കൊണ്ടാണ് അവരുടെ ജീവിതം മെയിനായിട്ട് അന്ന് കൊണ്ടുവരണമെങ്കിൽ 6 മാസത്തേക്ക് 3 മാസത്തേക്ക് ഭക്ഷിക്കണമെങ്കിൽ ഈ വെറുതെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. ഇപ്പൊ കച്ചവടത്തിലോ അല്ലെങ്കിൽ സക്കാത്തിന്റെ പൈസ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വരണം. ഈ വരുന്ന ശബ്ദം ഇങ്ങനെ കേട്ടു, പുറത്ത് കെട്ട് വിതരണ ശബ്ദം കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന മനസ്സിലല്ലോ, പുറത്ത് കെട്ടിന്റെ വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം. പുറത്താരെങ്കിലും കെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ഹബീബ് റസൂലുള്ളാഹി മനസ്സിലായത് നമ്മളെ പോലെ വെറുതെ കെട്ട് നിന്നല്ല, തിന്നതിന്റെ മേലെ തിന്നാനല്ല. അടുത്ത 6 മാസമുള്ള കെട്ടുകൾ ശേഖരിച്ചൊക്കെ പുറകെ കൊണ്ട് ആദ്യം പോയില്ലെങ്കിൽ ആദ്യം കെട്ടികളെന്നുകൊണ്ട് എടുത്തുകൊണ്ടോ വേഗത്തുണ്ടെങ്കിൽ പിന്നെ 6 മാസം പട്ടിണി കിടക്കേണ്ടി 2-3 മാസം പട്ടിണി കിടക്കേണ്ടി വരും. ആ കെട്ടിന് ഇങ്ങനെ പോകാനുള്ള പേജാ. പക്ഷെ ഹബീബ് റസൂലുള്ളാഹിനെ ഒന്നിട്ട് പോകാൻ പറ്റോ? ഇല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിയുടെ മുഖത്ത് ഇങ്ങനെ കണ്ടപ്പോ ഹബീബ് റസൂലുള്ളാഹി പറയുകയാണ്, വല്ലാഹി മാ അഖ്ശാ അലൈകുൽ ഫഖർ. സഹാബാ, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നത്. ദാരിദ്ര്യമുള്ള ഈ കാലത്ത് ദീനുള്ളത്ര ദീനിനി ഉണ്ടാവൂല. ദാരിദ്ര്യമുള്ള ഈ കാലത്ത് ദീനുള്ളത്ര ഇനി ദീനുണ്ടാവൂല.
ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുകയാണ്, വലാകിൻ ഞാൻ നിങ്ങൾക്ക് അഖ്ശാലൈക്കും അൻ തുബ്സത അലൈക്കുൽ അർദു, ഭൂമിയുടെ എല്ലാ നിഅമത്തുകളും നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതിനെയാണ് ഞാൻ പേടിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മക്കയിൽ മദീനയിൽ ഇരുന്നിട്ട് ആ മണ്ണിൽ വെച്ച് റസൂലുള്ള ഭൂമിയുടെ ബർക്കത്തുകൾ തുറക്കപ്പെടുക നൂറ്റാണ്ടുകൾ മുമ്പാണ്. ഭൂമിയുടെ ബർക്കത്ത് അല്ലെ, അടിയിൽ പെട്രോളിയം തുറക്കപ്പെട്ടതല്ലേ ആ സമൂഹത്തിന് കിട്ടിയ ബർക്കത്ത്. ആ സമൂഹത്തിന് കിട്ടിയ ബർക്കത്ത് അന്ന് നിങ്ങളുടെ ഈമാൻ ഉണ്ടാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ് പള്ളി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അന്ന് ഈമാൻ ഉണ്ടാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ് അപ്പുറത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീട് മരിക്കുമ്പോ ആ പിടഞ്ഞു വീട് മരിക്കുന്ന കുട്ടികളെ കഫൻ ചെയ്യാനുള്ള കഫമ്പുഴ എല്ലാവരും കൊടുത്തേക്കേണ്ടിയിരുന്നത്. നിങ്ങൾ മരിച്ചോളൂ, കഫമ്പുഴ ഞങ്ങൾ തരാം, നിങ്ങൾ മരിച്ചോളൂ, നിങ്ങൾ പട്ടിണി നടന്നോളി, ഭക്ഷണം ഞങ്ങൾ തരാം. ഇതാണോ ഒരു അത്രയും വലിയൊരു സമൂഹം അവിടെ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ ബർക്കത്തും തുറന്നു കൊടുത്തിട്ട് ചെയ്യേണ്ടത് അതായിരുന്നോ? പേടിയാണ്. ദുനിയാവിലെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, ഞങ്ങളുടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, ഞങ്ങളുടെ പുറച്ചുകൾ തകർന്നു വീഴുമോ? ഒരുപാട് ഹദീസുകളുണ്ട്, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് പട്ടിണിയാണ് ഇറാന്, ഷിയാരാഷ്ട്രാണെങ്കിൽ ഒരു പട്ടിണിയാണ്. ഇപ്പുറത്തെ അമ്മായിയുണ്ട്, ഒന്നുമില്ല ഒരിടത്ത്, കഴിയും പോലെ ചെയ്തു നോക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെ. അപ്പുറത്തുള്ള പാവപ്പെട്ടവരൊക്കെ, അപ്പുറത്തിന്റെ ജോർദാൻ വലിയ പൈസക്കുള്ളവരാണ്, ചെറിയൊരു രാജ്യമാണ്, ചെയ്യാൻ കഴിയില്ല. എല്ലാവരും കൂട്ടുപിടിച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളൊക്കെ അല്ലാഹു എല്ലാം റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കിയ സമൂഹത്തിന് മോചനം നൽകുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന്റെ മോചനം ഞങ്ങൾക്ക് കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈമാൻ ഈ സമ്പത്തിനെ തുറക്കുമ്പോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോ ഒരുപാട് തിന്നാൻ കിട്ടുമ്പോ തറാവീഹ്കളുടെ ഒരു ക്ഷീണം ഉണ്ടാവും. ഒരുപാട് തിന്നാൻ കിട്ടുമ്പോ തറാവീഹ് ക്ഷീണം ഉണ്ടാവും. റക്അത്തൊക്കെ ഫാസ്റ്റ് അല്ലാന്ന് തോന്നും, ഉസ്താദ് ഫാസ്റ്റ് അല്ല, സ്പീഡില്ലാന്ന് തോന്നും, അല്ലെങ്കിൽ സൂറത്തിന് കൂടിയെന്ന് തോന്നി. ഞാൻ പറയാൻ കാരണം ഇനിയിപ്പോ അവസാനത്തെ 10ലേക്ക് അടുക്കാം. എന്നിട്ടുണ്ടാവും ഒരു ക്ലോക്കിലേക്ക് നമുക്കൊക്കെ 20 തീർന്നല്ല, ഇപ്പൊ 25-30 ആയാലും നാളെ ഒരു ദുആ കൂടി അധികം വരുന്നുണ്ട്. അതിലാണ് ഉസ്താദിന്റെ സ്പീഡ് കുറവൊന്നുമല്ല. കുനൂത്ത് കൂടിയിട്ടുണ്ട് ഇപ്പൊ 15-ന് ശേഷം, അതിന്റെ ഒരു മിനിറ്റ് എങ്ങനെ പോകും. പിന്നെയോ അല്ലാഹു ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പിന്നെ അല്ലാഹു അഅ്തിഖ്നി മിനൻ നാർ, ആ ദുആ കൂടി കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ചിലർക്ക് കണ്ട് അവസാനത്തെ 10 ഓട്ടം. അവസാനത്തെ 10 കൂടുതൽ നമ്മുടെ സമയത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. പക്ഷെ അവസാനത്തെ 10 പള്ളിയൊക്കെ പറയുന്നത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. ഹബീബ് റസൂലുള്ളാഹി വീട്ടുകാരെ ഉണർത്തുമായിരുന്നു. അവസാനത്തെ 10 മക്കളെ അവസാനത്തെ 10 ഉണർത്താൻ നമ്മൾ പോയിട്ട്, മക്കളെ അവസാനത്തെ 10, ഭാര്യമാരോട് പറയാൻ അവസാനത്തെ 10 നമ്മൾ പള്ളിയിൽ പോകണം. അല്ലെങ്കിൽ വീട്ടില് പള്ളിയിൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ചെയ്തോ, അല്ലെ ഭാര്യയൊക്കെ കൂട്ടിട്ട് അല്ലെങ്കിൽ മക്കളൊക്കെ കൂട്ടിട്ട് അവിടെ സംഘടിപ്പിക്കും, അല്ലെ അതൊക്കെ ചെയ്യാലോ, അതൊക്കെ ചെയ്യാം. പള്ളിയിലേക്ക് വരാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ പള്ളിയിൽ വരാൻ കഴിയുന്നത് പള്ളിയിൽ വരെ മക്കളൊക്കെ കൂട്ടിട്ട് പള്ളിയിൽ വരിക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പള്ളിയെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, ലൈലത്തുൽ ഖദ്ർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ ലൈലത്തുൽ ഖദ്ർ ഒറ്റപ്പെട്ട രാത്രിയാണ്, അതിന്റെ അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇൻ വഫഖ്തു ലൈലത്തുൽ ഖദ്ർ മാ അഖൂലു ഫീഹാ, ലൈലത്തുൽ ഖദ്ർ അറിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് റസൂലേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയും ഭർത്താവുമുള്ള ജീവിതത്തിന്റെ മനോഹരമായ രംഗങ്ങൾ കൂടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയാണ്. ആയിഷ ബീവിയുടെ ഇൽമ് വലിയ വലിയ സ്വഹാബികൾ പോലും ആയിഷ ബീവിയുടെ അടുത്തേക്കാണ് മസല ചോദിച്ചു പോയിരുന്നത്. അതിൽ വലിയൊരു തന്ത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ ചെറുപ്പത്തിൽ നിന്ന് കല്യാണം ചെയ്ത ബുദ്ധിമതിയായ ആയിഷ, അല്ലെ, ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് കാലം റസൂലുള്ളാഹി ജീവിക്കുകയും എന്ത് പ്രശ്നങ്ങളും അവിടെ പോയിട്ട് ചോദിക്കും, ആയിഷ ബീവിയോട് ചോദിക്കും. ആയിഷ ബീവി അതിന് പരിഹാരം കണ്ടെത്തും. ആ ആയിഷ ബീവി ഒന്ന് പറഞ്ഞതാണ്, റസൂലുള്ളാഹിനോട് പറഞ്ഞു, നീ പറഞ്ഞു ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
ഇങ്ങനെ അധികരിപ്പിക്കുക. പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം മാത്രം സംഗതിയൊന്നുമല്ല, അപ്പോഴെങ്കിലും ഉണ്ടായിട്ടാണ് നമ്മൾ പണ്ഡിതന്മാര് അങ്ങനെ ചെയ്തത്. അപ്പോഴെങ്കിലും ചെല്ലട്ടെ. അതിനെ എതിർത്ത ആൾക്കാർക്ക് അത് ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉണ്ടോ? അതിന് നീ എപ്പോഴെങ്കിലും ചെല്ലേ. എന്നിട്ട് വിലപിക്കാൻ കഴിഞ്ഞ സമ്മേളനത്തിനാളുന്നുണ്ട്. നമ്മൾ ഇസ്ലാം മജ്‌ലിസുകളെ മടക്കി, നമ്മൾ ദിക്ർ മജ്‌ലിസുകളെ മടക്കി, നമ്മുടെ ജീവിതത്തിൽ ദിക്റുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ മജ്‌ലിസ് ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് ഉണ്ടോ? അല്ലേ? ഈ സമ്മേളനത്തിനാണ് ചോദിക്കാം. കണ്ടുണ്ടാവും അത് ചോദിക്കും. നമ്മൾ ദിക്ർ സ്വലാത്തുകളെ മജ്‌ലിസുകളെ മടക്കി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കുന്നുണ്ട് പ്രഭാഷകൻ. മടക്കി ഉമ്മത്തിന്റെ അമലുകൾ. നമ്മുടെ പണ്ഡിതന്മാർ ഒരു കർമ്മം അത് റസൂലുള്ളാഹിന്റെ ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട ശരീഅത്തുൽ ഇസ്ലാം ഉണ്ടല്ലോ, അതിന് വിരുദ്ധമല്ലാത്തതെല്ലാം കൊണ്ടുവരികയും അത് ഏത് സമയത്ത് എവിടെ വെച്ച് ചെയ്താലും അതിന് പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബിദ്അത്തുൽ ഹസന, നല്ല ബിദ്അത്തുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ച ബിദ്അത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് അവസാനം സ്വഹാബികൾ ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ തറാവീഹ് ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റില്ല, ബിദ്അത്തല്ല. റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു, അത് പറ്റില്ല. ഈ തറാവീഹ് ജമാഅത്താക്കി നിസ്കരിച്ചതാരാ? പിന്നെ അത് ഉമർ റളിയല്ലാഹു അൻഹു. അത് പറ്റുമോ? ഒന്ന് പറ്റും, ഒന്ന് പറ്റില്ല. അങ്ങനെ ഇതൊക്കെ ഒരു അസലുണ്ട്, അടിസ്ഥാനം വളരെ പരിശോധിച്ചിട്ടാണ് നൂറ്റാണ്ടുകൾ പരിശോധിച്ചിട്ടാണ് പണ്ഡിതന്മാർ ഇതൊക്കെ രേഖപ്പെടുത്തി നമുക്ക് ഓർത്തു തന്നത്. ചില ആളുകൾ പറയാം ചെയ്തോ, സ്വഹാബത്ത് ചെയ്തോ, അതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ ഫർദ് ദുആ ഏറ്റവും നല്ല ദുആയാണ് ഇജാബത്തുൽ ദുആ മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു സഹാബിയുടെ വീട്ടിൽ പോയിട്ട് ഹബീബ് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ട് ഒരു മറുപടിക്ക് പോയപ്പോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും അങ്ങനെ നിസ്കാരത്തിൽ ദുആ ചെയ്യുകയും ആ ദുആക്ക് നമ്മൾ സുബൈക്ക് ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഖൂതിനാ ഫീ മുദ്ദിനാ വസ്വാഇനാ എന്നറിയപ്പെടുന്ന ദുആ ഹബീബ് റസൂലുള്ളാഹി നിസ്കാരത്തിൽ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഫീ ഖൂതിനാ, ഞങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയിലായിരുന്നു. അപ്പൊ അത് ഒരു വിചാരിച്ചോണ്ട് എന്താവണോ അതെന്താവണില്ലല്ലോ. നമ്മള് വിചാരിച്ചോണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയുള്ള തേടി പിടിക്കണം. അവർ നല്ല കർമ്മമാണ് ഇസ്ലാം. അത് അപ്പൊ കിട്ടുമ്പോ നമ്മുടെ മുഹദ്ദിസീങ്ങൾ പരിശോധിക്കും, നമ്മുടെ ഫുഖഹാ പരിശോധിക്കും, അത് ദീനിനെതിരാണോ. അങ്ങനെ സംഭവം കിട്ടിയാൽ അത് ആഹാരം ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ ആ ഒറ്റപ്പെട്ട സംഭവം ദീനിനെതിരാണോ, ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരാണോ? അല്ലല്ലോ, അത് സുന്നത്തായ കാര്യമല്ലേ. ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമസ്കാരശേഷം ദുആ വേണമെന്ന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടമായി ദുആക്കാതെ എണീറ്റ് പോകുന്നവരെ കുറിച്ചും വലിയ താക്കീത് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു നമസ്കാരശേഷമുള്ള ദുആ അത് ഇമാമിന്റെ ദുആ മഖ്ബൂലുകൾ പരീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണമെന്ന് ഫുഖഹാ രേഖപ്പെടുത്തി. നമ്മുടെ വാസപ്പോ അത് പറഞ്ഞതാണ് സുബൈക്ക്. മഖ്ബൂലുകൾ ഇമാമിന്റെ ദുആ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കണം. അത് സുന്നത്താണ്. കൊണ്ട് വെറുതെ എഴുതി വെക്കൂല. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ ബിബി പറയാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാൻ റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചു. ഇത് എപ്പോ പറയണം? നിസ്കാരത്തിന് ശേഷം പറയരുത്. അങ്ങനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടാവും പറഞ്ഞു അർത്ഥത്തിലും ഇരുത്തത്തിലും വെള്ളിയിലും എവിടെയാണുള്ളത് കക്കൂസിലല്ലാത്ത മ്ലാക്സമായ സ്ഥലങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് പറയാം. നിങ്ങൾ അതിനെ അധികരിപ്പിക്കുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാളെ മുതൽ അതങ്ങ് അധികരിപ്പിക്കുക. റസൂലുള്ളാഹി ഇജാസത്ത് ദിക്റാണ്, റസൂലുള്ളാഹി അംഗീകാരത്തിന്റെ ദിക്റാണ്. അതിന് വലിയ ദിക്റൊന്നും ഈ ലോകത്ത് കിട്ടാനില്ലല്ലോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുകൊണ്ട് തൗബയുമായി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം കൂടിയാണ് അവസാനിപ്പിക്കുന്ന സംഭവം പറയുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ ഫضل പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പറയുന്നുണ്ട്. ലല്ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹിൽ മുഅ്മിനി മിൻ റജുലിൻ ഫീ അർളിൻ ദുവിയത്തിൻ മുഹ്ലിക. ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര ചെയ്യാണ് മരുഭൂമിയിലൂടെ, വിജനമായ മരുഭൂമിയിലൂടെ അയാൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാണ്. ആ ഒട്ടകപ്പുറത്താണ് അവന്റെ ഭക്ഷണവും അവന്റെ പാനീയവും അവന്റെ എല്ലാ സംഗതിയുള്ളത്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ മരം കിട്ടിയപ്പോ മരത്തിന്റെ ചോട്ടിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ ഉറങ്ങി എണീച്ചു നോക്കുമ്പോ അവന്റെ ഒട്ടകത്തെ കാണുന്നില്ല. ഒട്ടകത്തിന്റെ പുറത്താണല്ലോ അവന്റെ പാനീയം ഒട്ടകത്തിന്റെ പുറത്താണ്. ഒട്ടകം കൊണ്ടുപോയിട്ട് ഒട്ടകം മിസ്സായി പോയി. ഇയാളാകെ കൈപോലെ മരുഭൂമിയല്ലേ,
ദാഹം പിടികൂടി ശക്തമായ ദാഹം. അദ്ദേഹം പറയുകയാണ് ഞാനവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് പോയി കിടന്ന് മരിക്കട്ടെ മരിക്കട്ടെ എന്ന് ഉറങ്ങിപ്പോയി. കടന്ന രംഗത്തിനെ വിശദീകരിക്കുന്നു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിങ്ങനെ കണ്ണോർ നോക്കുമ്പോ ആ ഒട്ടകം, മിസ്സായ ഒട്ടകം, ജീവിതത്തിന്റെ ആശയത്തിന് പ്രതീക്ഷയത്തിൽ ഞാൻ മരിക്കാതെ വിചാരിച്ച് കിടന്നിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് എല്ലാ പ്രതീക്ഷകളുമായി ഒരൊട്ടകം തിരിച്ചു വന്നല്ലോ. ഒരൊട്ടകം തിരിച്ചു വന്നില്ലേ? ആ സമയത്ത് അവനുണ്ടായ സന്തോഷം, ആ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെക്കാൾ എത്രയോ വലിയ സന്തോഷമായിരിക്കും വഴിതെറ്റിപ്പോയി എന്ന് കരുതുന്ന, മറന്നുപോയെന്ന് നമ്മൾ കരുതിയ ഒരു പാപത്തെ റബ്ബേ എനിക്ക് മാപ്പ് തരണേ, ഇന്നാലിന്റെ സമയത്ത് നിന്നോട് അതിക്രമമായി ഞാനൊരു സംഗതി ചെയ്തിരുന്നു റബ്ബേ, അതെനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് റബ്ബിന്റെ ദർബാറിലേക്ക് കൈനീട്ടി ദുആ ചെയ്താൽ ആ ഒരു മടങ്ങിപ്പോയ ഒട്ടകം ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചുവരവിന്റെ ഒരു പ്രതീക്ഷയുടെ അറ്റമുണ്ടല്ലോ, അതുപോലെ അതിനേക്കാൾ വലിയതായിരിക്കും അല്ലാഹുവിന്റെ മുഹമ്മദ് റസൂലുള്ളാഹ്. മാത്രമല്ല മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും, അദ്ദേഹം പറയുകയാണ് അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയി, റബ്ബേ അൻത അബ്ദി, നീ എൻ്റെ അടിമയും, വ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബുമാണ്. കാണാൻ സാധിക്കും, അല്ലാഹുവേ എന്താണ്, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് അദ്ദേഹം സന്തോഷത്തിലൊക്കെ പറഞ്ഞു പോയി. എന്നാൽ പോലും എത്ര വലിയ സന്തോഷം ഉണ്ടാവും മനസ്സിലാക്കണം, എത്ര വലിയ സന്തോഷമുണ്ടാവും അദ്ദേഹത്തിന്റെ മനസ്സിൽ, അത്ര വലിയ സന്തോഷം, അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും ഈ മനുഷ്യൻ തൗബയുമായി തന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കൈനീട്ടി വരുമ്പോൾ, കണ്ണീരൊലിപ്പിക്കുമ്പോൾ, റബ്ബേ മാപ്പ് തരണമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഒരു വീട് വിട്ടുപോയ ഒരു മനുഷ്യൻ, വീട് വിട്ടുപോയ ഒരു കുഞ്ഞ് ആ വീട്ടിലേക്ക് ഉമ്മയോട് തെറ്റിപ്പിണങ്ങിപ്പോയി, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമ്മ മാപ്പ് ചെയ്യണേ, ഉപ്പ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ എത്ര വലിയ സന്തോഷത്തോടു കൂടിയായിരിക്കും സ്വീകരിക്കുന്നത്. അതിനേക്കാൾ സന്തോഷത്തോടെയായിരിക്കും അല്ലാഹു നമ്മെ സ്വീകരിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളുടെ തൗബ ഉണ്ടാകുന്ന മനസ്സിന്റെ രാത്രികളിൽ അല്ലാഹുവിലേക്ക് ഓരോന്നിങ്ങനെ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് അപരാധങ്ങൾ നമ്മുടെ അതിന് തെറ്റുണ്ടായെന്ന് തോന്നുമെങ്കിൽ തെറ്റിനെ കുറിച്ചുള്ള സാഹസിനെ കുറിച്ച് പറയുന്നതിന് സാഹസിൽ പോയിരുന്നു നോക്കണം. എന്ത് തെറ്റ്, ഞാൻ തന്നെ വലിയ ശുചായിരുന്നു നടക്കുന്നല്ലാതെ വേറൊന്നുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ മജ്‌ലിസിൽ പോയി അല്ലെങ്കിൽ അതൊക്കെ കേൾക്കുക, അപ്പൊ ഇങ്ങനെ തോന്നി ഞാനൊരു പാപിയാണ്. മഹാന്മാരെ കഥകളൊക്കെ കേൾക്കുക, സംഭവങ്ങളൊക്കെ കേൾക്കുക, ഇബാദത്തിനെ കുറിച്ചൊക്കെ അറിയും. അപ്പൊ നമ്മളൊന്നുമല്ല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുക, അപ്പൊ നമുക്ക് തെറ്റ് ചെയ്തു എന്നുള്ള ബോധം ഉണ്ടാവുക. അങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കാനുള്ള മനസ്സുണ്ടാകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അഫ്വ് ആണ് ഇനി കടന്നു വരാനുള്ളത്. അഫ്വ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഈ 10 നമ്മൾ ചോദിച്ച മഗ്ഫിറത്ത്, അടുത്ത ചോദിക്കുന്ന അഫ്വ്, രണ്ടിന്റെ മലയാള അർത്ഥം പാപമോചനം എന്ന് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ മാപ്പാക്കുക. നൽകുക ആയി മാറിയതാണ് മാപ്പ്. ഹിന്ദിയിലേക്ക് പോയി ഇങ്ങോട്ട് വന്നപ്പോൾ മാപ്പ് എന്നായി, കോടതിയിലെ ഭാഷയാണ് മാപ്പ്. അങ്ങനെ എന്താണ് ഈ മാഫ് അല്ലെങ്കിൽ മഗ്ഫിറത്തും മാഫും തമ്മിലുള്ള മാറ്റം? അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാർ രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അഫ്വു ഹുവ അല്ലദീ യംഹു സയ്യിആത് വ യതജാവസു അനിൽ മആസി. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു പാപം മറച്ചു വെക്കലാണ്. മഹ്ശറിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ആ പാപം ആണ്, പക്ഷെ ആ പാപത്തിന്റെ ശിക്ഷ നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ അവിടെ എഴുതിച്ചിട്ടുണ്ടാവും. പക്ഷേ അഫ്വ് എന്ന് പറയുമ്പോൾ പ്രത്യേകം മായ്ച്ചു കളയും, അങ്ങനെ തെറ്റേ ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ അഫ്വ് ചെയ്യുന്നവനാണ്, പാപങ്ങൾ കഴുകി തുടച്ച് വൃത്തിയാക്കി മായ്ച്ചു കളയുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അല്ലാഹുവേ നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണേ റബ്ബേ എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നത് പറഞ്ഞോളൂ, അല്ലാഹു മാപ്പ് നൽകുമാറാവട്ടെ.
എല്ലാവരും തയ്യാറാണ്. ഒറ്റപ്പെട്ട രാത്രികൾ പ്രത്യേകിച്ച് ബാക്കി ദിവസങ്ങളിലൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കൂ. അല്ലാഹു ഗഫൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗഫൂറാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗഫൂറിനേക്കാൾ ഗഫൂറിനാണ് സ്ഥാനം. അതുകൊണ്ട് വലാകിന്നഹു അബ്ലഗു മിൻഹു, ഇതാണ് ഏറ്റവും നല്ലത്. അഫ്വ് തന്നെയാണ്. അഫ്വ് ഉണ്ടാവാൻ വേണ്ടി അല്ലാഹു കൂടുതൽ ചോദിക്കും. അല്ലാഹു ഒരാൾ നമ്മൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? പൊരുത്തപ്പെട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൊരുത്തപ്പെട്ടതിനെ വലിയ ശിക്ഷിക്കരുത് എന്നതിനർത്ഥം. ശരി, പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷിക്കരുത്. മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കുന്ന ചെയ്യരുത്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്ന ചെയ്യരുത്. അങ്ങനത്തെ ഒരു ചിന്തയെ മനസ്സിലുണ്ടാവരുത്. വിട്ടുകളയുക, മനസ്സിൽ നിന്ന് കഴുകിക്കളയുക, തുടച്ചു കളയുക. അതാണ് അഫ്വ്, മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. പുറത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പ്രതികാരമൊന്നും ചെയ്യരുത്. കഴിഞ്ഞ പ്രതികാരം പോയിട്ട് നടക്കരുത്. ഞാൻ എവിടെയും നാട്ടിന്റെ വൈദ്യുതിക്ക് വിത്തനം നടക്കരുത് എന്നർത്ഥം. അതാണ് മഫ്റത്ത് എന്ന് പറഞ്ഞാൽ. മാറാവട്ടെ. ആണ് മഫ്റത്ത് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കലാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. തൗബ ചെയ്ത് വരൂ. അത്രയും നമ്മളെ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മളെ തൗബയെ ആഗ്രഹിക്കുക. ആറ് നരകത്തിൽ പോകരുത് എന്ന് അല്ലാഹു ആഗ്രഹം. ആറ് നരകത്തിലേക്ക് പോകരുത് എന്ന് അല്ലാഹു ആഗ്രഹം. പിന്നെ നരകം തന്നെ സൃഷ്ടിച്ചതല്ലേ, അള്ളനല്ലേ കൊണ്ടുവന്ന് വെച്ചാല് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. വെറുതെ കൊടുക്കാൻ പറ്റും സ്വർണ്ണം? ഇല്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണിയും ഇതൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരാൾക്കറിയാൻ കളിച്ചടക്കുക, ഒരാൾക്കാർ തോന്നിയ പോലെ ജീവിക്കുക, കുറെ പരിസ്ഥിതികളോടെ പിടഞ്ഞു മരിക്കുക, കുറെ ആൾക്കാർ ഉഷാറായിട്ട് ഇതൊന്നും അറിയാതെ വായിക്കാൻ അവിടെ കുറിച്ച് അറിയാൻ അവർക്ക് ദുആ പോലും മനസ്സില്ലാതെ തോന്നിയ പോലെ നടക്കുക, കുറെ ആൾക്കാർ അക്രമികളാവുക, കുറെ ആൾക്കാർ ആക്രമിക്കപ്പെടുക. ഇവർക്കൊക്കെ എല്ലാവരും കൂടെ സ്വർണ്ണം കൊടുത്താൽ ഇത് വരെയുള്ളത് അല്ലെ? രണ്ട് വഴി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നന്മയുടെ വഴിയെ നടക്കാൻ കഴിയുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. തിന്മയുടെ വഴിയിലാണ് പോകുന്നതെങ്കിൽ അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്. ആ നീതി നമുക്ക് കിട്ടണം. അല്ലാഹു സ്വർഗ്ഗം നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നീതിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ചെയ്യും. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് ഉണ്ടാകും. അല്ലാഹു റഹ്മത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അഫ്വ് കൊണ്ടും ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. അഫ്വ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഈ ദിവസത്തെ ഞങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഈ ദിവസത്തെ ഖബൂലാക്കണേ റബ്ബേ. വെള്ളിയാഴ്ച ദിവസമാണല്ലോ റബ്ബേ, സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ വെള്ളിയാഴ്ച ദിവസമാണല്ലോ, സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ റമളാനിലെ ദിവസമാണല്ലോ, സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ നല്ലൊരു മജ്ലിസിലാണല്ലോ, പള്ളിയിലാണല്ലോ, സ്വീകരിക്കണം റഹ്മാനെ. ഇൽമിന്റെ മജ്ലിസിലാണല്ലോ, ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ദുആ കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മഹത്തായ അർഹമായ മജ്ലിസാണ് റബ്ബേ, സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ പാപമോചനം നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹു ഞങ്ങളെ തൗബയുടെ മജ്ലിസാക്കണം റബ്ബേ. ഞങ്ങളെ കൊണ്ട് കണ്ടുകൊണ്ട് കണ്ടതിനെ മാപ്പാക്കണേ റബ്ബേ. ഞങ്ങളെ കാതുകൊണ്ട് കേട്ടതിനെ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞതിനെ മാപ്പാക്കണം റഹ്മാനെ. അനുദായങ്ങളെ മാപ്പാക്കി തരണം റബ്ബേ. ഞങ്ങളെ ഇസ്റാഫുകളെ മാപ്പാക്കണം റബ്ബേ. ഭക്ഷണത്തിലെ ഇസ്റാഫ് മാപ്പാക്കി തരണം റഹ്മാനെ. പാനീയങ്ങളുടെ ഇസ്റാഫിനെ മാപ്പാക്കണം റഹ്മാനെ. വസ്ത്രങ്ങളുടെ ഇസ്റാഫിനെ മാപ്പാക്കണം റബ്ബേ. സംസാരങ്ങളുടെ ഇസ്റാഫിനെ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ പോയ സ്വർഗ്ഗത്തിലേക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ കടത്തണം റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് കടത്തണം റഹ്മാനെ. നിന്റെ ഔദാര്യം കൊണ്ട് കടത്തണം റഹ്മാനെ. എണ്ണി കണക്കാക്കാൻ കഴിയാത്ത പാപങ്ങളുടെ കുമ്പാരം ചെയ്തവരാണ് റബ്ബേ. പക്ഷെ നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ റബ്ബേ. നിന്റെ മാപ്പ് വിശാലമാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗബ നൽകണം റഹ്മാനെ. തൗബയുടെ വാതിൽ തുറന്നു തരണം റഹ്മാനെ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربي ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, മാപ്പാക്കി തരണം റബ്ബേ. ഈ മാപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരാജിതരായി പോകും റഹ്മാനെ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണം റഹ്മാനെ. പാപമോചനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ശാകിരീകളിൽ പെടുത്തണം റബ്ബേ. ശുക്റുള്ളവരാക്കണം റബ്ബേ. ശുക്റുള്ളവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ഞങ്ങൾക്ക് എണ്ണിയാൽ തീരില്ല റഹ്മാനെ. ഈ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് വലിയ ശുക്റാക്കി മാറ്റണം റഹ്മാനെ. വലിയ കൂലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഖേദിച്ച് മടങ്ങുന്നു റഹ്മാനെ. അല്ലാഹുവേ തായിബീങ്ങളായി ഞങ്ങൾ മടങ്ങുന്നു റബ്ബേ. ഖായിഫീങ്ങളായി മടങ്ങുന്നു റഹ്മാനെ.
ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. അതിലേക്ക് മടങ്ങാതിരിക്കാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങൾ മടങ്ങില്ല റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ കേട് ചോദിക്കുന്നു റഹ്മാനെ. ഞങ്ങൾ നിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി ചോദിക്കുന്നു റഹ്മാനെ. മാപ്പ് തരണം അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. ചെയ്തു പോയ പാപത്തിൽ കഴിച്ചു മടങ്ങുന്നു റഹ്മാനെ. അല്ലാഹു നീ മാപ്പ് തരണം റബ്ബേ. മറ്റുള്ളവരുമായ ഹക്കുകൾ ചോദിച്ചു പൊരുത്തപ്പെടാൻ മനസ്സ് തരണം റബ്ബേ. തൗഫീഖ് നൽകണം റഹ്മാനെ. മറ്റുള്ളവരുടെ കടബാധ്യതകൾക്കെല്ലാം കൊടുത്തു വിട്ടാനുള്ള സന്മനസ്സ് നൽകണേ റബ്ബേ. സന്മനസ്സ് നൽകണം റഹ്മാനെ. മറ്റുള്ളവരുടെ ബാധ്യതകൾ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഫലസ്തീനിലെ മക്കൾക്ക് നീ എല്ലാ സുരക്ഷിതത്വം നൽകണേ റബ്ബേ. ക്ഷമ നൽകണം റഹ്മാനെ. ക്ഷമ നൽകണം റഹ്മാനെ. പകരക്കാരെ കൊടുക്കണേ റബ്ബേ. നായകനെ കൊടുക്കണേ റബ്ബേ. പടയാളികളെ കൊടുക്കണം റഹ്മാനെ. ഈമാനുള്ള നായകനെ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർ ചിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവരെ കരച്ചിൽ നിർത്തണം റഹ്മാനെ. കാണാനാകുന്നില്ല റഹ്മാനെ, സഹിക്കാൻ കഴിയുന്നില്ല റഹ്മാനെ. ഞങ്ങൾ സുഖത്തിലാണ്, ഒരുപാട് ഐശ്വര്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹ് അവരുടെ എല്ലാ ദുരിതവും കാണുമ്പോൾ മനസ്സ് പൊട്ടുന്നു റഹ്മാനെ. നിൽക്കുകയാണ് റഹ്മാനെ. അവർക്ക് സലാമത്ത് കൊടുക്കണേ റബ്ബേ. സലാമത്ത് കൊടുക്കണം റഹ്മാനെ. മോചനം കൊടുക്കണേ റബ്ബേ. ഒരു വിമോചകനെ നൽകണേ റബ്ബേ. സലാഹുദ്ദീൻ അയ്യൂബിയെ ഖുദ്സിന്റെ മോചകനാക്കി നൽകിയ നാഥാ, അബ്ദുൽ ഫാറൂഖ് തങ്ങളെ ഖുദ്സിന്റെ മോചകനാക്കി നൽകിയ നാഥാ, ഒരു ഹക്ക് കൊണ്ട് പകരക്കാരെ കൊടുക്കണേ റബ്ബേ. പുതിയ നായകനെ കൊടുക്കണം റഹ്മാനെ. ഒരു ഈമാൻ കൊടുക്കണേ റബ്ബേ. ക്ഷമ കൊടുക്കണേ റബ്ബേ. മരിച്ചവർക്ക് അല്ലാഹുവേ ഷഹീദിന്റെ കൂലി കൊടുക്കണേ റബ്ബേ. ആ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ മഹ്ശറയിൽ കാത്തിരിക്കുന്നവരാക്കണം റബ്ബേ. റസൂലുള്ളാഹിന്റെ ഹൗദിന്റെ മുമ്പിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നവരാക്കണം റബ്ബേ. ഔമോപ്പമാരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ കഷ്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ നീ എല്ലാ രക്ഷയും നൽകണേ റബ്ബേ. സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. കടകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഹലാലായ കടം വീട്ടാനുള്ള വരുമാനം നൽകണേ റബ്ബേ. ഹലാലായ സമ്പാദ്യം അവർക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഇൽമിലും തഅലീമിലും തഅല്ലുമിലും ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ശിഷ്യന്മാരിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരാക്കണേ റബ്ബേ. നന്ദികേടുകൾ ഉണ്ടെങ്കിൽ നിന്റെ അഫ്വ് കൊണ്ട് നീ മായ്ച്ച് കളയണം റബ്ബേ. നീ മായ്ച്ച് കളയണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ പള്ളി മദ്രസകളെ സഹായിച്ചവർ, ഞങ്ങളുടെ ദീനി സ്ഥാപനങ്ങളെ സഹായിച്ചവർ റബ്ബേ, ഞങ്ങളുടെ ഒപ്പമാരൊക്കെ പലരും ആറടി മണ്ണിലാണ്, ഞങ്ങൾ ഉസ്താദുമാർ ആറടി മണ്ണിലാണ്. അല്ലാഹുവേ അവരിലേക്ക് നിന്റെ സവാബിനെ നീ എത്തിക്കണം റഹ്മാനെ. ഇതിന്റെ സവാബിനെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ റബ്ബേ. അദാബുകൾ ഉണ്ടെങ്കിൽ ദൂരത്താക്കി കൊടുക്കണം റബ്ബേ. അവരോടൊപ്പം ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. അതിന് സബബാക്കി മജ്ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ. ഈ മജ്ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ. മാപ്പാക്കണേ റബ്ബേ. മാപ്പ് കൊടുക്കണേ റബ്ബേ. ഉസ്താദുമാർക്ക് മാപ്പ് കൊടുക്കണം റഹ്മാനെ. അവരൊക്കെ ഈ റമദാനിന്റെ പുണ്യത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവരുടെ സവാബിലേക്ക് ചേർത്തണം റഹ്മാനെ. ബിഫദ്ലി